മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മുടെ നാളത്തെ ഹിന്ദി ഫൈനൽ എക്സാമിനേഷനിൽ ഉറപ്പായും നമുക്ക് ഒരു ലെറ്റർ ചോദ്യം ഉണ്ടാവും. ഓക്കെ, അതിന്റെ ഫോർമാറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചു കാണും. ഓക്കെ, ഒരു ലെറ്ററും ചോദ്യം ഉണ്ടാവും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് രാജ ഓർ വിദ്രോഹി എന്ന് പറയുന്ന പാഠം. ആ പാഠവുമായി ബന്ധപ്പെട്ട് ഒരു ലെറ്റർ വരാൻ സാധ്യതയുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ് മക്കളെ: രാജ ഓർ വിദ്രോഹി. രാജാവും വിദ്രോഹി, വിദ്രോഹി എന്ന് പറഞ്ഞാൽ വിരോധി എന്നാണ് അർത്ഥം. രാജ ഓർ വിദ്രോഹി നാടകമേം രാജേൻ എന്ന് പറയുന്ന ഒരു പയ്യൻ രാജാക്കി, രാജാവിന്റെ ഭൂമിക റോൾ നിബാത്താഹെ അഭിനയിച്ചു. അതായത് രാജാ ഓർ വിദ്രോഹി എന്ന് പേരിട്ട നാടകത്തിൽ രാജൻ എന്ന് പറയുന്ന പയ്യൻ രാജാവിന്റെ റോള് അഭിനയിച്ചു. ഓക്കെ, കൈകാര്യം ചെയ്തു. നിബാത്ത നാടക അനുഭവ് ബതാത്തെ ഹുയി. ആ രാജൻ, രാജാവായി അഭിനയിച്ച രാജൻ നാടകത്തിന്റെ അനുഭവങ്ങളെ അപ്പനെ മിത്രക്കെ നാം പർ, തന്റെ സുഹൃത്തിന്റെ പേരിൽ രാജൻ ക പത്രലേക്ക്, തന്റെ അനുഭവങ്ങളെ സുഹൃത്തിന് പേരിൽ ഒരു കത്താക്കി അയക്കുന്നു. അത് ചോദ്യമായി വന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതാം എന്നാണ്. ഉത്തരം ഇങ്ങനെയാണ് മക്കളെ. അപ്പോൾ രാജൻ എന്ന് പറയുന്ന പയ്യൻ രാജാ വിദ്രോഹി എന്ന് പേരിട്ട നാടകത്തിലെ കൂട്ടുകാരൊപ്പം അഭിനയിച്ചപ്പോൾ രാജൻ രാജാവായിട്ടാണ് അഭിനയിച്ചത്. അവന്റെ രാജാവായി അഭിനയിച്ച കാര്യം അവന്റെ വേറൊരു സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന് കത്തായി അറിയിക്കുകയാണ്. ആ കത്ത് എങ്ങനെ ഉണ്ടാവും നോക്കൂ മക്കളെ. കത്ത് എഴുതുന്ന സമയത്ത് സ്ഥാൻ എന്നും താരിഖെന്നും റൈറ്റ് സൈഡിൽ ഉണ്ടാവണം. നിങ്ങൾ വരെ ഡേറ്റ് എഴുതിക്കൊള്ളണമെന്നില്ല, വേണേൽ ഡേറ്റ് എഴുതാം. അതിന് പകരം സ്ഥാൻ താരിഖ് എന്ന് മെൻഷൻ ചെയ്താലും മതി. പിന്നെ പ്രിയ മിത്ര എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതണം. കത്തിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്ക്. കത്തിന് 3 പാരഗ്രാഫ് ഉണ്ട്. 1 ഇൻട്രൊഡക്ഷൻ ആണ്, 2 കണ്ടന്റ് ആണ്, 3 അതിന്റെ കൺക്ലൂഷൻ ആണ്. അങ്ങനെ ആയിരിക്കണം കത്ത്. അല്ലാതെ ഒറ്റ പാരഗ്രാഫ് ആയിട്ട് കത്ത് എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതുമ്പോൾ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: ആർക്കാണോ കത്ത് കിട്ടുന്നത് അയാളുടെ ക്ഷേമ അന്വേഷിച്ചുകൊണ്ടായിരിക്കണം. തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? ഏക്ക്, ഒരു ഖാസ് വിശേഷമായ ബാത്ത്, കാര്യം, തുമാരെ, നിന്റെ സാത്ത്, കൂടെ, ബാഗ്ലേനെ കേലിയെ, ബാഗ്ലേന പങ്കുവെക്കാൻ വേണ്ടിയിട്ട്, യഹ് പത്രി കത്ത് ലിഗ്രഹാഹു, ഞാൻ എഴുതുകയാണ്. എന്താ കാര്യം? കൽ, ഇന്നലെ, ഹം, ഞങ്ങൾ, സ്കൂൾ മേ, ഞങ്ങളുടെ സ്കൂളിൽ, കുറച്ച് സഹപാഠിയോം, കൂടെ പഠിക്കുന്നവർ, മിൽജുൽക്കർ, ഒത്തുചേർന്നിട്ട്, ഏക്ക് നാടക, ഒരു നാടകത്തിന്റെ അഭിനയിച്ചു. ഞങ്ങൾ ഒരു നാടകം അങ്ങോട്ട് അഭിനയിച്ചു. നാടകക്കോ, നാടകത്തിന്, ഹം, ഞങ്ങൾ, രാജാ ഔർ വിദ്രോഹി, രാജാ ഔർ വിദ്രോഹി, രാജാവും വിദ്രോഹിയും എന്ന അല്ലേ, രാജാവും നിഷേധിയും, രാജാവിനെ നിഷേധിക്കുന്നവൻ എന്ന, വിദ്രോഹി എന്നുള്ള നാം രക്ക, പേര് വെച്ചു. രാജാവ് രാജാവിനെ എതിർക്കുന്നവൻ, രാജാവ് രാജാവിന്റെ ദുഷ്മൻ എന്ന അർത്ഥം വരുന്ന വിദ്രോഹി എന്ന പേര് വെച്ചു. മേ രാജാദ, രാജാവായത് ഞാനായിരുന്നു. ഓക്കെ, ഞാൻ അങ്ങനെ അഭിനയിച്ചു. നാടക അഭിനയമേയും, ഞാൻ അങ്ങനെ നാടകം അഭിനയിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ നാടകം അഭിനയിച്ചപ്പോൾ, അഗർ, ഒരു പക്ഷേ, തുമ്പി, നീയും, സാത്ത് ഹോത്തേത്തോ, നീ അത്യാവശ്യം നല്ല അഭിനയം നടത്തുന്നതാണല്ലോ, നീയും സാത്ത് ഹോത്തേത്തോ, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛ ഹോത്ത, നന്നാകുമായിരുന്നു. പക്ഷെ എന്താക്കാൻ, നീ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ വേറെ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്റർവെൽ സമയത്തോ അല്ലെ ഫ്രീ ടൈമിലോ നാടകം അഭിനയിക്കുന്നത് എന്നെ കൂടെ കിട്ടില്ലല്ലോ. എന്നൊരു ചോദ്യം. തും ആർ തുമാരെ, നോക്കൂ, തും ആർ തുമാരെ സ്കൂൾ കി, നിന്റെയും അതുപോലെ തന്നെ തുമാരെ സ്കൂൾ കി, നിന്റെ സ്കൂളിന്റെ ബാത്ത്, കാര്യങ്ങൾ, ക്യാ ഹേ, എന്തൊക്കെയാണ്? നിങ്ങൾ ഇങ്ങനെ നാടക അഭിനയമൊക്കെ തുടങ്ങുന്നുണ്ടോ? ഓക്കെ, ജറൂർ ലിഖന, തീർച്ചയായിട്ടും എനിക്ക് എഴുതണം. മാം ബാപ്പസെ, അപ്പനോടും അമ്മയോടും, തലാഷ്, അന്വേഷണം, കഹിന ചഹി, പറയുക വേണം. സസ്നേഹ്, സ്നേഹത്തോടു കൂടി, ഹസ്താക്ഷരൂപ്പിട്ട് രാജൻ. ഈ രാജന്റെ കത്ത് ഇതിപ്പോ കത്തായി. ഇത് നമ്മൾ മടക്കി ഒരു കവറിലിട്ടിട്ട് കിട്ടേണ്ടുന്ന സുഹൃത്തിന്റെ അഡ്രസ്സ് എഴുതണം. ആ സുഹൃത്തിന്റെ പേര് പറയാത്തത് കൊണ്ട് നമ്മൾ സേവാമയം എന്ന് എഴുതുന്നു. ഏതൊരു കത്ത് എഴുതുമ്പോൾ നമ്മൾ ടു എന്ന് ഇംഗ്ലീഷിൽ ഇതിൽ ആദ്യം സമക്ഷത്തിങ്കലിക്കുന്നതിന്റെ അർത്ഥം. എന്നിട്ട് നാം പദ എന്നിവിടെ എഴുതി വെച്ചാൽ മാത്രം മതി. ഇങ്ങനെ എഴുതി വെച്ചാൽ ആ കത്തായി. ഒരു കാരണവശാലും കത്ത് എഴുതാൻ മറന്നു പോയത്. ഉറപ്പായി നമുക്കൊരു കത്ത് പരീക്ഷയ്ക്ക് വരും. ഒരു കത്തിന്റെ മോഡലും കൂടിയാണ് നമ്മളിത് കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഗാ മാരത്തോണിൽ ചർച്ച ചെയ്യാനുണ്ട്. മറ്റ് ലെറ്ററുകളും പറയാനുണ്ട്. എല്ലാവരും കൃത്യസമയത്തിന് ജോയിൻ ചെയ്യുക. നമുക്ക് ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ചെന്ന് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ.